ശ്രീ സതീഷ് വസന്ത്, നേരത്തെ താങ്കൾ പറയുകയുണ്ടായി പ്രതീകാത്മകമായാണ് വിശ്വാസത്തെ കാണേണ്ടത് എന്നുള്ളത്. പക്ഷേ കിട്ടുന്ന നാണയത്തുട്ടുകളൊക്കെ അങ്ങ് സ്വന്തമാക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എവിടെയെല്ലാം സ്വർണ്ണമുണ്ടോ അതെല്ലാം അടിച്ചു മാറ്റി വിൽക്കാം. പക്ഷേ അതിനൊന്നും യാതൊരു പ്രതീകാത്മകതയുമില്ല. അതെല്ലാം ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ ഈ മോഷണ പരമ്പര തന്നെ, കൊള്ള തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സാധാരണക്കാരായ ഭക്തന് കുടിവെള്ളം പോലും നൽകാൻ കഴിയാതെ മണിക്കൂറുകൾ പിടിച്ചു നിർത്തി കഷ്ടപ്പെടുത്തി ഈ തീർത്ഥാടന കാലം ഒരു ദുരനുഭവമാക്കി മാറ്റുമ്പോൾ എന്തെങ്കിലും ഒരു ന്യായീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? താങ്കൾ പറഞ്ഞു CPM ആണോ ഇത് ചെയ്യുന്നതെന്ന്. അല്ല, CPM അല്ല. പക്ഷേ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയിൽ കൂടുതലും ആൾക്കാരും ആരാണ്? അവരുടെ ഇച്ഛാശക്തി മാത്രം മതിയല്ലോ ഇതൊക്കെ ഒന്ന് നേരെ നടപ്പിൽ വരുത്താൻ. എത്രമാത്രം മഹസറുകൾ തിരുത്തി എഴുതി, എന്ത് ഭംഗിയായി കാലാകാലങ്ങൾ ഈ കളവ് മറച്ചുവെക്കാനുള്ള ആസൂത്രണം നടത്തി. അതിൻ്റെയൊക്കെ 4/1 ഇച്ഛാശക്തി മതിയല്ലോ പാവപ്പെട്ട ഭക്തർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. വിരിവെക്കാനുള്ള സൗകര്യത്തിൽ തുടങ്ങി, ശൗചാലയത്തിൽ തുടങ്ങി, കുടിവെള്ളത്തിൽ തുടങ്ങി, അങ്ങനെ എന്തെല്ലാം നടപ്പിൽ വരുത്താം. പക്ഷേ അതിനെല്ലാം തൃണവദ്ഗണിച്ചുകൊണ്ടുള്ള ഈ മുന്നോട്ട് പോക്ക് എന്തിനാണ്? രോഹിണി പറയുന്നതായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ CPMകാരാണ് ഭരണസമിതിയിൽ. രാഷ്ട്രീയക്കാർ ഏത് ഭരണസമിതിയിലാണുള്ളതെന്ന് എന്ന് പറയൂ. നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡിൽ 3 മെമ്പർമാരുണ്ട്, ഒരു പ്രസിഡൻറ്റ്, 2 ബോർഡ് മെമ്പർമാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലും അങ്ങനെയാണ് ഉള്ളത്. ഇതിൽ ഏതാണ് രാഷ്ട്രീയം നിങ്ങൾ പറയുന്നത്? ഇപ്പം ബഹുമാനപ്പെട്ട വിജിത് തമ്പി സാർ പറയുന്നു, ജയകുമാറിൻ്റെ സാറിനെ നിയമിച്ച അദ്ദേഹം IAS, അദ്ദേഹം റിട്ടയർഡായി കഴിഞ്ഞു. അദ്ദേഹം IAS ഒന്നുമില്ല. ഇപ്പം അദ്ദേഹത്തിന് ഇത് കഴിയുമ്പോഴത്തേക്ക് IAS എന്നുള്ള ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അത് മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് നിയമിച്ചത് ഇത് കണ്ണിൽ പൊടിയിടാൻ. നോക്ക്, ഇതിപ്പം പറയാനായിട്ടാൽ പണ്ടൊരു അച്ഛനും മോനും കൂട്ടി ഒരു കുതിരപ്പുറത്ത് പോകുന്ന കേസാണ്. കുതിരയെ ഒറ്റയ്ക്ക് നടത്തിയ കുഴപ്പം, അച്ഛൻ കയറിയിട്ട് മകനെ നടത്തിയ കുഴപ്പം, മകൻ കയറിയിട്ട് അച്ഛനെ നടത്തിയ കുഴപ്പം. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ നമ്മൾ ദൂരീകരിക്കാതെ പോലെ നോക്കൂ. ഒരു കാര്യം നമ്മളൊരു ഇത് ചെയ്യണം. എന്താണെന്നറിയുമോ? നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയുന്നത്, ഓരോ വർഷവും ശബരിമലയിൽ വരുന്നത്, ശബരിമലയിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും, ഗുരുവായൂരും അങ്ങനെയാണ്, ബാക്കിയുള്ള മൂകാംബികയിൽ അങ്ങനെ 7 ക്ഷേത്രങ്ങളിലും കാലാകാലങ്ങളിൽ ഇത് വർദ്ധിച്ചുകൊണ്ട് വരുന്നതിന്, ആ വർദ്ധിച്ചുകൊണ്ട് വരുന്ന കണക്കനുസരിച്ച് നമുക്ക് അവിടുത്തെ ക്ഷേത്രങ്ങളോ അതല്ലെങ്കിൽ അവിടുത്തെ പ്രീമിസീസോ വലുതാക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ക്ഷേത്രം, ഇപ്പം BJPയുടെ വക്താവ് പറയുന്നത് ക്ഷേത്രങ്ങളായി ഇത് ദൈവങ്ങൾക്ക് ഉറങ്ങണ്ടേ, അതിന് സമയബന്ധിതമായി ഉണ്ട്. അപ്പോൾ ഈ അയ്യപ്പന്മാരെ ഈ 60 ദിവസം കൊണ്ട് എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? ഈ കോടതി പറഞ്ഞ ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറയുന്ന ഒരു നിയമത്തിൽ വരണമെങ്കിൽ ഈ 60 ദിവസം കൊണ്ട് എത്ര പേരെ കയറ്റിവിടാം? നിങ്ങളൊന്ന് കണക്കാക്കൂ. ബാക്കിയുള്ള അയ്യപ്പന്മാർ എവിടെ ശബരിമല കയറണ്ടേ? ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ചുമ്മാ വാചകങ്ങൾ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ ഗുരുവായൂർ ഓരോ മണിക്കൂറും കാലത്തും വൈകിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് ജനങ്ങൾ ഭക്തപ്രവാഹനം കൂടുതലുണ്ട്. ഞാൻ പറയാം സാറേ, ഒരു മിനിറ്റ്. ഞാനൊക്കെ ഇപ്പം ഗുരുവായൂർ ഒരു സമയത്തിൽ ഒരു വ്യത്യാസമില്ല. 1 മണിക്കൂർ കൂട്ടി സാറേ. കാലത്തുള്ള സാറേ, ഞാൻ ക്ഷേത്രം കാലങ്ങളായിട്ട് രാവിലെ 3 മണിക്ക് തുറക്കും സാറേ. അതിപ്പോ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ 2 മണിക്കൂർ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. 3 മണി. അതാണ് 3 മണിക്കുള്ളത് മാറ്റിയിട്ടുണ്ട്. വൈകുന്നേരം എന്ന് പറയുന്നത് 5 മണിക്കെന്നുള്ളത് 4 മണിക്ക് ആയിട്ടുണ്ട്. സാറ് അല്ല 5 മണിക്ക് ഉറക്കുള്ളത്. ഇപ്പം അത് 4 മണിക്ക് ആക്കിയിട്ടുണ്ട്. എന്താണ് ഭക്തർ എങ്ങനെ? ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് ആലോചിക്കും. രോഹിണിക്ക് അറിയാമോ എന്ന് അറിഞ്ഞൂടാ, പണ്ട് ആറ്റുകാൽ ക്ഷേത്രം അതുപോലെ തന്നെ നമ്മളെ കരിക്കൽ ക്ഷേത്രമൊക്കെ തുറന്നുകൊണ്ടിരുന്ന എത്ര ദിവസം എന്നറിയാമോ? ആഴ്ചയിൽ 3 ദിവസമാണ്. ഇപ്പം അങ്ങനെയാണോ? എല്ലാ ദിവസവും തുറക്കുന്നില്ലേ? അപ്പോൾ ഇതെന്താണ്? ജനങ്ങളുടെ ഒരു ഭക്തജനം കൂടുതൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്രമീകരണങ്ങൾ മാറ്റേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അതെന്തുകൊണ്ടാണ്? ഒരു നോക്ക് കാണാൻ വേണ്ടി, ഒരു നോക്ക് ദേവിയായിരുന്നാലും ഭഗവാനായിരുന്നാലും കാണാൻ വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട വിജിത് തമ്പി സാർ പറയുന്നു, അവിടെ ഇരുന്ന പൈസ അത്രയും ഇത് ഗവൺമെൻറ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നേ. സാറൊന്ന് പരിശോധിച്ച് നോക്കൂ. ആ ദേവസ്വം ബോർഡിൽ കിട്ടുന്ന പൈസ അവിടെ ചിലവാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഗുരുവായൂർ നേരത്തെ ഉള്ള വെള്ളപ്പൊക്കത്തിന് അവിടെ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കാൻ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? അത് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം, നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട പൈസ നേരെ തിരിച്ചു കൊണ്ടുപോയിട്ടാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാം. അപ്പോഴെന്നെ മാറ്റിയില്ലേ? സാറേ, ഇതാര് പറയുന്നത്? സാറേ, കോടതി പറഞ്ഞ ആ സമയത്ത് തന്നെ തിരിച്ചു കൊണ്ട് ആ ചെക്കന്മാർ സുപ്രീം കോടതിയിൽ ആരെ പോയിക്കുന്നത്? ഒന്നും പോയിട്ടില്ല. എന്താ സാറേ? അങ്ങനെയൊന്നുമില്ല. അതൊന്നും വേണമെങ്കിൽ സാറേ ഒന്ന് പരിശോധിക്കാം. നാളത്തെ ഒരു ഡിബേറ്റിൽ നമുക്ക് നാളെ ഇവിടെ വന്നിരിക്കാം.
അങ്ങനെയല്ല, അത് അപ്പോഴേ അത് കൊടുക്കാൻ പറ്റൂല, അത് അങ്ങനെയാണെന്നേ. പക്ഷേ അത് ആരോടും ചോദിക്കാതെ എടുത്ത് കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത് തെറ്റാണ്. അത് തിരിച്ചു കൊടുത്തിട്ടില്ല, അതിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ്. ഇല്ല തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെ ആര് അപ്പീൽ പോയിരിക്കുകയാണ്? ആര് അപ്പീൽ പോയി? രോഹിണി, എനിക്ക് ചർച്ചയിൽ ഇറങ്ങുന്നതിന് 1 മിനിറ്റ് സമയം. അല്ല ഒരു അപ്പീൽ അല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറ്റേ, എന്നിട്ട് പറയുന്നത് ഈ ഇത് ആളുകളെ പറ്റിക്കാനുള്ള ഇതാണ് കാര്യം എന്ന് പറയുമ്പോൾ, ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിലെ ഇത് വരുമാനം ഒരിക്കലും ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ല. അത് നാളെ BJP സർക്കാർ കൊണ്ടിടുന്ന പൈസ കാണിക്കുന്ന പൈസ ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡിലെ ഓഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ പറഞ്ഞ ഇതെന്ന് പറയുന്നത്? ബാങ്കാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റ് ചെയ്ത പൈസ ഞാൻ പറയുന്നത് അതല്ല, ഞാൻ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ സാറ് പറയുന്നത് അവിടുത്തെ അരവണയും ഉണ്ണിയപ്പോ ഒക്കെ അവിടത്തോളം പൂജിക്കലാണ് സാറേ. ദേവന്റെ ഞാൻ ഒരു കാര്യം, സാർ ഇന്ന ചന്ദനം അത് ദേവന്റെ ഭഗവാന്റെ ചാർത്തിട്ടാണ് തരുന്നത്. സാറേ ആവുള്ളൂ. എവിടെ ആവണത് പറയും? എവിടെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പറയുന്നത് എവിടെ എന്നാലും ഈ ക്ഷേത്രത്തിന്റെ പ്രിമിസിൽ നമുക്ക് നമ്മുടെ CPM പ്രതിനിധി പറഞ്ഞു, ഗുരുവായൂരിൽ അവിടെ പൂജിക്കാത്തതാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അവിടെ കൊടുക്കുന്ന എല്ലാ പ്രസാദങ്ങളും ഭഗവാന്റെ മുമ്പിൽ വെച്ച് പൂജിച്ചത് തന്നെയാണ് കൊടുക്കുന്നത്. ഗുരുവായൂർ കൊടുക്കുന്ന പായസമായാലും അവിടെ ഏത് പ്രസാദമായാലും അത് ഭഗവാന്റെ മുമ്പിൽ എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ പറയുന്നത് ലഡ്ഡു എല്ലാം സാർ എവിടെ കണ്ടിട്ടുണ്ട്? ലഡ്ഡു കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുന്ന ലഡ്ഡു കംപ്ലീറ്റും ദേവിയുടെ ഫ്രണ്ടിലാണ് പൂജിക്കുന്നത്. അല്ല സാറേ, അല്ല. ശരി ശരി, നമുക്ക് ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ നിന്നിട്ടുള്ള എന്നോട് പറയുന്നത് 18-ാം പടിക്ക് മുകളിൽ പോലും കയറാത്ത ഫാക്ടറി ഉൽപ്പന്നമാണെന്ന് പറയാം. ഭക്തജനങ്ങൾക്ക് പൂജിക്കാൻ പറ്റിയില്ലെങ്കിൽ നേദ്യം വെച്ചിട്ട് അങ്ങനെ വരുമല്ലോ, നേദ്യം കൊണ്ടുവരുമല്ലോ. എവിടെയിടും ശബരിമല മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ അതിന് മുമ്പ് 1-ാം തീയതി ക്ഷേത്രം നിങ്ങൾ ചുമ്മാ പറയല്ലേ. ശരി, എന്തായാലും അതിന്മേൽ ശങ്കുറ്റി ദാസിലേക്ക് കൂടി ഒരു മറുപടിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശങ്കു, പറഞ്ഞോളൂ. നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഒരു അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായിട്ടുള്ള ഒരു വാദത്തിന് മാത്രം മറുപടി പറയുന്നത്. അദ്ദേഹം ഡയറക്റ്റ്ലി എന്നെ കണ്ടസ്റ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയാമെന്ന് വിചാരിക്കുകയാണ്. നോക്കൂ, അവിടെ വരുന്ന തീർത്ഥാടകർക്ക് മുഴുവൻ ദർശനം ഒരു നോക്ക് കാണാനെങ്കിലുള്ള സമയം കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ദർശന സമയം കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 60,000 പേര് വരുന്ന സ്ഥലത്ത് 1,10,000 പേര് വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് 2 മണിക്കൂറോ 3 മണിക്കൂറോ ദർശനം കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നാളെ ഇവിടെ 2 ലക്ഷം പേര് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 ലക്ഷം പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ നട അടയ്ക്കേണ്ടെന്ന് വിചാരിക്കുമോ? ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസരം വർഷത്തിൽ മുഴുവൻ ദിവസം ശബരിമല തുറക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് നമുക്കറിയാം. കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരും. ഇടപെടാതിരിക്കും സാർ, ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്ലാനിങ്ങോ പദ്ധതിയോ ആസൂത്രണമോ ഇല്ലാതാണ് കാണിക്കുന്നത്. നിങ്ങൾ അമർനാഥ് തീർത്ഥാടനം എന്ന് കേട്ടിട്ടുണ്ടോ? അമർനാഥ് തീർത്ഥാടനം ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്ന വർഷത്തിലൊരു പ്രത്യേക സമയത്ത് മാത്രം നടക്കുന്ന തീർത്ഥാടനമാണ്. മുഴുവൻ ആളുകളും ആ സമയത്ത് ഇത്രയും സങ്കീർണമായ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ കൃത്യമായി സർക്കാർ ഓരോ വർഷവും പാസുകൾ ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ. വൈഷ്ണോദേവി തീർത്ഥാടനം എങ്ങനെയാണ് നടക്കുന്നത്? ഓരോ വർഷവും വൈഷ്ണോദേവി തീർത്ഥാടനത്തിന് പങ്കെടുക്കണമെങ്കിൽ 6 മാസം മുൻപേ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഉൾപ്പെടെ പരിശോധിച്ച് അതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളുകൾക്ക് മാത്രം, പാസ് ഇഷ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. തിരുപ്പതി ക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അടുത്ത മാസം ദർശനം നടത്തണമെങ്കിൽ ഈ മാസം അതിന്റെ സ്ലോട്ട് ഓപ്പൺ ആവുന്ന ഒരു ദിവസം നിങ്ങൾ ബുക്കിംഗ് ചെയ്യണം. അങ്ങനെ ബുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റും നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റുന്ന സമയവും നിങ്ങൾക്ക് അനുവദിക്കപ്പെടും. ഇത്തരത്തിലുള്ള പ്രക്രിയ ഇല്ലാണ്ട് അവിടെ എത്ര പേർക്ക് എവിടെയും വരാം, വരുന്നവർക്ക് മുഴുവൻ ദർശനം കൊടുക്കാൻ വേണ്ടി അത്രയും സമയം നട തുറന്നിരിക്കുന്നു പറയുന്നത് നിങ്ങൾക്ക് യാതൊരു ആസൂത്രണവും ഇല്ലെന്നും നിങ്ങൾ അതിന്റെ നടവരവ് കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാന്നല്ലാതെ ആ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയെ പറ്റിയിട്ടോ മൂർത്തിയുടെ സൗകര്യത്തെ പറ്റിയിട്ടോ കാര്യവും ചിന്തിക്കുന്നില്ല എന്നുള്ളതിന്റെ മാത്രം ഉദാഹരണമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.